നമുക്ക് ദിവ്യകാരുണ്യ രഹസ്യത്തിൻ്റെ 4-ാം ഭാഗത്തോട്ട് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. പ്രപഞ്ച സൃഷ്ടി മുതലേ ദൈവം വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങി. അതുകൊണ്ട് തന്നെ നാം നേരത്തെ തന്നെ ആന്തരികമായി ഒരുങ്ങി ദേവാലയത്തിൽ എത്തിച്ചേരണം. കൃതജ്ഞത അർപ്പിച്ച് ദേവാലയത്തിൻ്റെ കവാടം കടന്ന് സ്തുതികൾ ആലപിച്ച് ആ അങ്കണത്തിൽ ചവിട്ടാം. ദേവാലയത്തിൻ്റെ പ്രധാന വാതിലിൽ നമ്മെ പ്രതീക്ഷിച്ച് യേശു മാലാഖ വൃന്ദങ്ങളോടുകൂടി അവിടെ ഉണ്ട്. ദിവ്യകാരുണ്യ രഹസ്യങ്ങൾ മനസ്സിലാക്കി തരണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദേവാലയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മെയും നമുക്കുള്ളവയെയും ബലിപീഠത്തിൽ സമർപ്പിക്കണം. നമ്മുടെ ചിന്തകളെയും മനസ്സിനെയും ശരീരത്തെയും ബലിപീഠത്തിൽ സമർപ്പിച്ചാൽ പലവിചാരം കൂടാതെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം. ഭക്തിപൂർവം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ സഹായിക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോടും പരിശുദ്ധ മറിയത്തോടും സകല പുണ്യവാന്മാരോടും യാചിക്കാം. പരിശുദ്ധ കുർബാനയിൽ പ്രധാനമായും 7 ശുശ്രൂഷകളാണുള്ളത്. 1 ആമുഖ ശുശ്രൂഷ, 2 വചന ശുശ്രൂഷ, 3 ഒരുക്ക ശുശ്രൂഷ, 4 അനാഫറ, 5 അനുരഞ്ജന ശുശ്രൂഷ, 6 ദൈവൈക്യ ശുശ്രൂഷ, 7 സമാപന ശുശ്രൂഷ. അൾത്താരയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന അൾത്താരയിലാണ് കുർബാനയുടെ കാഴ്ചവയ്പ് മുതലുള്ള ഭാഗങ്ങൾ തുടങ്ങുന്നത്. കാൽവരി മലയുടെ പ്രതീകമായിട്ടാണ് നാം അൾത്താരയെ കാണുന്നത്. ഈശോയെ സംസ്കരിച്ച തിരുക്കല്ലറയുടെ പ്രതീകമാണ് ബലിപീഠം. ത്രിത്വൈക ദൈവത്തിൻ്റെ സിംഹാസനമായും ഇതിനെ സൂചിപ്പിക്കാറുണ്ട്. കോടാനുകോടി മാലാഖമാരുടെ സാന്നിധ്യത്തിലാണ് വൈദികൻ ബലിപീഠം ചുംബിക്കുന്നത്. ഈശോയുടെ കല്ലറ സ്ഥിതി ചെയ്യുന്ന തോട്ടമാണ് അൾത്താര. ത്രിത്വൈക ദൈവത്തിൻ്റെ സിംഹാസനം സ്ഥിതി ചെയ്യുന്ന സ്വർഗത്തെയും സൂചിപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗമായ ആമുഖ ശുശ്രൂഷയിലൂടെ നമുക്ക് കടന്നു പോകാം. വിശുദ്ധ കുർബാനയുടെ ആരംഭം മുതൽ ഉത്ഥാന ഗീതത്തോടുകൂടി ഈ ഭാഗം അവസാനിക്കുന്നു. പുരോഹിതൻ അൾത്താരയിലേക്ക് കടന്നു വരുമ്പോൾ, എൻ്റെ പിതാവേ, അങ്ങ് അയച്ച അങ്ങയുടെ പുത്രനായ ഈശോയാണല്ലോ കടന്നു വരുന്നത് എന്നോർത്ത് ദാഹത്തോടെ നോക്കാം. ത്രിത്വത്തെ വണങ്ങി പരിശുദ്ധ കുർബാന ആരംഭിക്കുന്നു. അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ ഈ ഭാഗം നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നു എന്ന് കാർമ്മികൻ സമൂഹത്തെ അനുസ്മരിപ്പിക്കുന്നു. തൻ്റെ ജീവിതബലി പൂർത്തിയാക്കുവാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കിയ ഈശോ പെസഹ തിരുനാളിൻ്റെ പശ്ചാത്തലം അതിനായി സ്വീകരിച്ചു. തൻ്റെ ശിഷ്യന്മാർക്ക് തൻ്റെ സ്നേഹത്തിൻ്റെ അച്ചാരം നൽകുന്നതിനും തൻ്റെ സ്വന്തമായിട്ടുള്ളവരിൽ നിന്ന് ഒരിക്കലും വേർപിരിയാതിരിക്കുന്നതിനും അവരെ തൻ്റെ പെസഹായിൽ പങ്കുകാരാക്കുന്നതിനും വേണ്ടി തൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സ്മാരകമായി അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. പിറ്റേ ദിവസം പൂർത്തിയാകാനിരുന്ന കുരിശിലെ ബലിയുടെ മുൻ ആവിഷ്കരണമായിരുന്നു അത്. തൻ്റെ പുനരാഗമനം വരെ അത് ആഘോഷിക്കുവാൻ തൻ്റെ അപ്പസ്തോലന്മാരോട് കൽപ്പിക്കുകയും അതിലൂടെ അവരെ പുതിയ നിയമത്തിലെ പുരോഹിതന്മാരാക്കുകയും ചെയ്തു. യഹൂദന്മാരുടെ പെസഹ തിരുനാളിൽ 2 ലക്ഷം ആടുകളെ കൊല്ലുമായിരുന്നു. ഈ 2 ലക്ഷം ആടുകൾ സഹിച്ച വേദനയേക്കാൾ കൂടുതൽ വേദന നമ്മുടെ യേശു വിശുദ്ധ കുർബാനയാകുവാൻ സഹിച്ചു. നമ്മുടെ രക്ഷയ്ക്കും വിമോചനത്തിനുമായി അർപ്പിക്കപ്പെടുന്ന പെസഹ കുഞ്ഞാടായി തീർന്നു നമ്മുടെ ഈശോ. ഈ ബലിയർപ്പണത്തെയാണ് നാം നിസ്സാരമായി കാണുന്നത്. മാതാവും യോഹന്നാനും കാൽവരി മലയിൽ നിന്നതുപോലെ നാം വിശുദ്ധ കുർബാനയിൽ നിൽക്കണം. പടയാളികൾ നിന്നതുപോലെ നിൽക്കരുത്. കൈകൾ കൂപ്പി ആദരവോടെ നമുക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം. എല്ലാ ഭക്താനുഷ്ഠാനങ്ങളും, അതായത് നൊവേന, ധ്യാനം, കൊന്ത തുടങ്ങിയ എല്ലാറ്റിൻ്റെയും നേതൃത്വം വഹിക്കുന്നത് മനുഷ്യരാണ്. എന്നാൽ പരിശുദ്ധ കുർബാനയിൽ ഈശോയാണ് കാർമ്മികത്വം വഹിക്കുന്നത്. ഈ വിശുദ്ധ കുർബാനയെ അനുഭവമാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിച്ചാൽ വിശുദ്ധ കുർബാന ആനന്ദദായകമായ അനുഭവമായിരിക്കും. നമുക്ക് ലഭിച്ച കൽപ്പന പ്രകാരമാണ് നാം വിശുദ്ധ കുർബാനയിൽ പങ്കുകാരാവാൻ വന്നിരിക്കുന്നത്. കൽപ്പന ലംഘനം പാപമാണെന്ന് ഓർക്കുക. ഈ ബലിയർപ്പണത്തിന് നാം സ്വയം വന്നതല്ല, ഈശോ നമ്മെ കൂട്ടിക്കൊണ്ടു വന്നതാണ്. ദൈവത്തിന് സ്തുതി. ഇത് ഷെയർ ചെയ്ത് സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കുകാരാകാം. താങ്ക് യു.